ഹായ് ഫ്രണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് റൈസാണ്, ചെമ്മീൻ കൊണ്ടുള്ള മൊമ്മാഷ് റുബിയാൻ. അപ്പോൾ ഒരു ചെമ്മീൻ്റെ ഒരു ബിരിയാണി. ഇത് ഹോട്ടലിലും പിന്നെ അങ്ങനെ കല്യാണത്തിനും അതിനൊന്നും കണ്ടിട്ടില്ല, അറബി വീടുകളിൽ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി ഫ്രൈ ചെയ്യേണ്ടത് കോരിയെടുക്കുക. പരിപ്പ് കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അടുപ്പത്ത് ഉരുളി വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതിൽ ഹോൾ ഗരം മസാല കുറച്ച് ഇടാണ്. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട് എണ്ണയ്ക്ക്. ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു 200-250 ഗ്രാം സവാള ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാള നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത്. 1.5 കിലോ ചെമ്മീനാണ്, അപ്പോൾ അതൊക്കെയുള്ള അളവാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്നിൻ്റെ വയറ്റിന് ശേഷം ഒരു 1.5 കിലോ ചെമ്മീൻ വാങ്ങിയതാണ്. തൊലി പൊളിച്ചപ്പോൾ എത്ര ഉള്ളത്, 1 കിലോ ഉണ്ടാവും. ചെമ്മീൻ ചേർക്കുകയാണ് ഇതിലേക്ക്. ഇതിലേക്ക് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു 150 ഗ്രാം തക്കാളി ചേർക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് ചേർക്കുന്നുണ്ട്. ഞാൻ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വെക്കുക. ഒന്ന് തുറന്നു നോക്കുക. ഇതിലേക്ക് മസാല പൗഡർ ചേർക്കുക. മസാലകൾ അറബിക് മസാല, മല്ലിപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ചെറുനാരങ്ങ പിഞ്ഞ് വെക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ചെറുനാരങ്ങൻ്റെ ഉള്ളത്തെ ഈ പളുപ്പ് എടുത്താണ്, കറുത്ത ഭാഗം ഉണക്കനാരങ്ങൻ്റെ ഉള്ളത്തെ അത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തൈര് വയ്ക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലി പുതിന അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൈസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതുവരെ ആ മസാല ഒന്ന് അടുപ്പത്തിരുന്ന് ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബേ ലീവ്സ്, പട്ട, ഏലം, ഗ്രാമ്പു, ഉപ്പ് പാകത്തിന്, കുറച്ച് മല്ലിയില പുതിന അരിഞ്ഞത്.
അപ്പോൾ ഈ മസാല ഒരു പാത്രത്തിൽ മാറ്റാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെറുപയർ ഇങ്ങനെ മുളപ്പിച്ചത് ചേർക്കണം. ഇങ്ങനെ മുള വന്ന ചെറുപയറാണ്. മുളപ്പിക്കാതെയും ചേർക്കുക, ഇങ്ങനെ മുളച്ചിട്ടാണ് ഞങ്ങൾ ചേർക്കൽ. അപ്പോൾ തിളച്ച വെള്ളത്തേക്ക് ഈ ചെറുപയർ മുളപ്പിച്ചത് ചേർക്കുന്നുണ്ട്. ആ ചെറുപയർ ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ബിരിയാണി റൈസ് ചേർക്കുന്നുണ്ട്. ബിരിയാണി ബസുമതി റൈസാണ് ഉണ്ടാക്കൽ. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ നാടൻ ബിരിയാണി റൈസ് UTC റൈസാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ മസാല വേവിച്ച ഈ ഉരുളിയിൽ മസാല എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം വെന്ത റൈസ് അടിയിൽ കുറച്ച് റൈസ് ഇടാം. അപ്പോൾ ആദ്യം അടിയിൽ ഈ റൈസ് ഉണ്ട് ഇടാം. ഈ റൈസ് ഇട്ടിട്ട് അതിന് മുകളിൽ ചെമ്മീൻ മസാല ഇട്ടിട്ട് മുകളിൽ വീണ്ടും റൈസ് തന്നെ ഇടാം. അപ്പോൾ ഈ റൈസ് നിരത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ച ആ ചെമ്മീൻ മസാല ചേർക്കുകയാണ്. ഇതിന് മുകളിൽ കുറച്ച് കുരുമുളക് കുടഞ്ഞു കൊടുക്കുക. കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത്, കുറച്ച് മല്ലിയില, പുതിനയില, തക്കാളി നീളത്തിലരിഞ്ഞ്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക. ഒരു 50 മില്ലി നെയ്യ് ഒഴിക്കുക. ഒരു 100 മില്ലി സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് ഒന്ന് കണലിട്ട് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് മേലെ കുറച്ച് കണൽ ചേർക്കുക. അപ്പോൾ റൈസ് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ മൊമ്മാഷ് റുബിയാൻ റൈസ് സെർവ് ചെയ്യാണ്. കഴിച്ചോക്കെ. അപ്പോൾ ഈ റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സംഭവം അടിപൊളിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.